മരിയയിൽ ആകൃഷ്ടനായ അലക്സാണ്ട്രോ പലപ്പോഴും മരിയയെ പാപത്തിലേക്ക് പ്രേരിപ്പിച്ചു. മരിയയുടെ അമ്മ മരിയയോട് പറഞ്ഞു, ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുക എന്നതാണ് എളുപ്പം. അലക്സാണ്ട്രോയുടെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല എന്ന് കണ്ട മരിയയെ അലക്സാണ്ട്രോ തൻ്റെ കടാര വെച്ച് മരിയയുടെ നെഞ്ചിലേക്ക് ആഴ്ന്നു കുത്തി. ഒന്നല്ല രണ്ടല്ല 14 തവണ. സമയം അർദ്ധരാത്രി. ശൈത്യം അതിൻ്റെ പരമോന്നതയിൽ എത്തി നിൽക്കുകയാണ്. ജയിലറയിൽ ഒരാൾ ചുരുണ്ട് കിടപ്പുണ്ട്. അദ്ദേഹത്തിന് പുതയ്ക്കാൻ പുതപ്പില്ല. പക്ഷെ അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. ശാരീരികമായും മാനസികമായും ഒക്കെ അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. ദൈവസ്തുതികൾ നിറഞ്ഞ ഒരു മനോഹരമായ ഗാനം കേട്ട് അദ്ദേഹം ഞെട്ടി വിറച്ചു, വേർത്ത് കുളിച്ചു. ജയിലറയിൽ ശുഭ്രവസ്ത്രധാരിയായ ഒരു സുന്ദരിയായ പെൺകുട്ടി, അവൾ അവനെ മാടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നിൻ്റെ തുടർന്നുള്ള യാത്ര ക്രിസ്തുവിനെ തേടിയായിരിക്കണം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാം. നിന്നോട് പരിപൂർണമായി ക്ഷമിക്കുന്നു. ആ പെൺകുട്ടി തൻ്റെ കൈകളിലിരുന്ന വെളുത്ത ലില്ലിപ്പൂക്കൾ അവൻ്റെ കയ്യിലേക്ക് നീട്ടി. അവനത് മേടിച്ചു. പെട്ടെന്ന് തന്നെ ആ ലില്ലിപ്പൂവിൽ നിന്ന് ഒരു പ്രകാശഗോളം പുറത്തേക്ക് വന്നു. അപ്പോൾ തന്നെ ആ പെൺകുട്ടി ജയിലറയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അലറി വിളിച്ചു, മാപ്പ്, മാപ്പ്, ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ്. ഇത് മറ്റാരുടെയും കഥയല്ല. വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഘാതകൻ്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ട മരിയ ഗൊരേത്തിയുടെയും അലക്സാണ്ടറിൻ്റെയും കഥയാണ്. ഇറ്റലിയിലെ കോറിനാണ്ടെ എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമം. അവിടെ കർഷക വൃത്തിയിൽ ഏർപ്പെട്ട് ജീവിതം നയിക്കുന്നവരായിരുന്നു ലൂയിജിയും അസുന്തയും. 1890 ഒക്ടോബർ 16 ഇവരുടെ ജീവിതത്തിലേക്ക് വിശുദ്ധിയുടെ നിറകുടമായി ഒരു പൊന്നോമന മകൾ ജന്മമെടുത്തു. അവളുടെ പേര് മരിയ. അവൾ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചവളായിരുന്നു. ഭക്തരായ മാതാപിതാക്കൾക്കൊപ്പം മരിയയും മാതാപിതാക്കളുടെ കൈപിടിച്ച് നിത്യവും ദേവാലയത്തിൽ പോയിരുന്നു. അതുകൊണ്ട് തന്നെ മരിയയുടെ ജീവിതവും വളരെ പ്രാർത്ഥനാ നിർഭരമായിരുന്നു. പലപ്പോഴും ഇല്ലായ്മയിൽ നിന്ന് പോലും മാതാപിതാക്കൾ പള്ളിയിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതൊക്കെ മരിയയ്ക്ക് ഒരത്ഭുതമായിരുന്നു. ജീവിതം മുന്നോട്ട് പോയപ്പോൾ ഈ മരിയയുടെ കുടുംബത്തിൻ്റെ സമ്പത്ത് മുഴുവൻ നശിച്ചുപോയി. സാധാരണ കുടിയേറ്റക്കാരുടെ ഒരവസ്ഥയിലേക്ക് അവർ അധപ്പതിച്ചു. പക്ഷേ എങ്കിലും അവരുടെ വിശ്വാസ ജീവിതത്തിലോ സ്നേഹത്തിലോ ഒന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് മരിയ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ മരിയയ്ക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മരിയയ്ക്ക് അതീവമായിട്ടുള്ള ജ്ഞാനമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. കാരണം മരിയ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പം ഈ വൈദികർ പറയുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് മരിയയ്ക്ക് തൻ്റെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ദൈവീക ജ്ഞാനത്തിൽ മരിയ മറ്റുള്ളവരെക്കാൾ ഒരുപടി മുൻപിലായിരുന്നു എന്നതാണ് സത്യം. 7ാമത്തെ വയസ്സിലായിരുന്നു മരിയയുടെ ആദ്യ കുർബാന സ്വീകരണം. അന്ന് മരിയ എടുത്ത തീരുമാനമാണ് ഇന്ന് നമ്മളെല്ലാം ഏറ്റുചൊല്ലുന്നത്. മരിയയുടെ അമ്മ മരിയയോട് പറഞ്ഞു, ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുക എന്നതാണ് എളുപ്പം. അതുതന്നെയാണ് നമ്മളിന്ന് ഏറ്റുചൊല്ലുന്നത്. ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധയാണ് നമ്മൾ ഏറ്റുചൊല്ലുന്നത്. ഈ മരിയയുടെ അമ്മ അസുന്ത മരിയയോട് പറഞ്ഞു കൊടുത്ത ആ ജീവിതത്തിൻ്റെ വിശുദ്ധ രഹസ്യമാണ് ഇന്ന് നമ്മൾ ഏറ്റുചൊല്ലുന്നത്. മരിയയ്ക്ക് ഏതാണ്ട് ഒരു 9 വയസ്സ് പ്രായമായപ്പോൾ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഭയങ്കര പരിങ്ങലിലായി. കാരണം മരിയയെ ആശ്രയിച്ചിരുന്ന തൻ്റെ പിതാവിന് മലേറിയ രോഗം പിടിപെട്ടു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ പിതാവ് മരിയയിൽ നിന്നും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ടയിലേക്ക് ഈ മരിയയുടെ കുടുംബം എത്തി. വീട്ടുവാടക കൊടുക്കാത്തത് കൊണ്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി പോലും മരിയയുടെ ഭവനത്തിലുണ്ടായി. രാവിലെ അമ്മ ജോലിക്ക് പോയി കഴിയുമ്പോൾ സഹോദരങ്ങളൊക്കെ ഒരുമിച്ചിരുത്തി
ഒരു ക്രൂശിത രൂപം എടുത്ത് അവരുടെ മുൻപിൽ വെച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ ഒരുക്കിയിരുന്നത് മരിയായിരുന്നു. അതുകൊണ്ട് ഈ ക്രൂശിത രൂപവും മരിയായിട്ടുള്ളൊരു വല്ലാത്തൊരു ബന്ധം കാരണം ഒരിക്കലും മരിയയെ ഒരു ദുഷ്ടവിചാരവും കീഴ്പ്പെടുത്തിയിട്ടില്ല. മരിയ എപ്പോഴും പറയുമായിരുന്നു, നമ്മളൊന്ന് ഈശോയെ ഓർത്താൽ മതി, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ അടുക്കലേക്ക് വരുമെന്ന്. പിന്നീട് മരിയയുടെ വീട്ടുകാർ താമസിക്കുന്നത് മരിയയുടെ അമ്മ അസുന്തായുടെ കൂട്ടുകാരി മരിച്ചുപോയ വേറോനിക്ക ചേച്ചിയുടെ ഭവനത്തിലാണ്. അവിടെ 2 പേരുണ്ട്. ഒന്ന് അപ്പൻ ജിയോവാനിയും മകൻ അലക്സാണ്ട്രോയും. പക്ഷെ അവിടെ വാടകയൊന്നും കൊടുക്കണ്ട, അവിടുത്തെ ജോലി മുഴുവൻ ഇവർ ചെയ്യണം. മരിയ അവിടെ വന്നപ്പോൾ മരിയയ്ക്ക് എന്തോ വലിയൊരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നത് പോലെ അവിടെ തോന്നി. അമ്മ ജോലിക്ക് പോയി കഴിയുമ്പോൾ മരിയയാണ് ആ വീട്ടിലെ മറ്റു ജോലികളൊക്കെ ചെയ്യേണ്ടത്. ആ വീട്ടിലെ ഭക്ഷണം പാകം ചെയ്യണം, വസ്ത്രങ്ങൾ അലക്കണം, വിറകിനു വേണ്ടി ദൂരങ്ങൾ പോകണം, പശുവിനെ കുളിപ്പിക്കണം, അവയെ മേയ്ക്കണം, കൂടുകൾ വൃത്തിയാക്കണം. ഇതെല്ലാം മരിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അനേകായിരങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയായിരുന്നു മരിയ ചെയ്തുകൊണ്ടിരുന്നത്. ദുർവൃത്തികളിൽ അപ്പനും മകനും പരസ്പരം മത്സരിച്ചു. ജിയോവാനിയെ അല്പം കൂടി മാനസാന്തരപ്പെടുത്താൻ മരിയയ്ക്ക് കഴിഞ്ഞു. പക്ഷേ അലക്സാണ്ട്രോയുടെ കാര്യത്തിൽ ആ ഹൃദയം കഠിനമായിരുന്നതുകൊണ്ട് അത് നടന്നില്ല. കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്ന മരിയയിൽ അലക്സാണ്ട്രോയ്ക്ക് മോഹം ഉടലെടുത്തു. മരിയയിൽ ആകൃഷ്ടനായ അലക്സാണ്ട്രോ പലപ്പോഴും മരിയയെ പാപത്തിലേക്ക് പ്രേരിപ്പിച്ചു. പക്ഷേ മരിയ ഈ ലോകത്തിനു വേണ്ടി ജീവിച്ചവളല്ല. മരിയ കൂടെ പറയുമായിരുന്നു, എനിക്കെൻ്റെ ഈശോയുടെ അടുത്ത് പോകണം, ഈശോയെ കാണണമെങ്കിൽ വിശുദ്ധി വേണം, ഹൃദയശുദ്ധിയുള്ളവർക്ക് ഈശോയെ കാണാൻ പറ്റൂ എന്ന്. ദിവസങ്ങൾ കഴിയും തോറും അലക്സാണ്ട്രോയുടെ ശല്യം കൂടിക്കൂടി വന്നു. അലക്സാണ്ട്രോ ഒടുക്കം ഈ കാര്യം നീ അമ്മയോട് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു പോലും ഭീഷണിപ്പെടുത്തി. തനിക്ക് 12 വയസ്സുള്ളപ്പോൾ തന്നെ വലിയ പ്രലോഭനങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ മരിയ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ മരിയ അവിടെയൊന്നും പ്രലോഭകന് കീഴ്വഴങ്ങിയില്ല. കാരണം മരിയ സംബന്ധിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്നും മരിയ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്നും മരിയയുടെ ഉള്ളിൽ ആത്മാവിൽ ബലം നിറഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കൽ വീട്ടിൽ മറ്റാരുമില്ല. മരിയ ഒരു കീറിയ തുണി തുന്നിക്കൊണ്ടിരിക്കുക. അപ്പോൾ മരിയയുടെ അടുത്തേക്ക് അലക്സാണ്ട്രോ പാഞ്ഞെടുത്തു. അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങാത്ത പക്ഷം കൊന്നുകളയുമെന്ന് അയാൾ ഭീഷണി മുഴക്കി. അപ്പോൾ മരിയയുടെ ഉള്ളിൽ അമ്മ പറഞ്ഞു കൊടുത്ത ആ കൊച്ചു വാക്യം ഓർമ്മ വന്നു, പാപത്തേക്കാൾ മരണം, പാപം ചെയ്ത് നരകത്തിൽ പോകുന്നതിന് എന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് മരിയ ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് മരിയ അലക്സാണ്ട്രോയോട് പറഞ്ഞു, അലക്സാണ്ട്രോ, ഇത് മാരക പാപമാണ്, നീ എന്നെ നശിപ്പിച്ചാൽ നീ നരകത്തിൽ പോകും എന്ന് മരിയ കണ്ണുനീരോടുകൂടി പറഞ്ഞിട്ടും അലക്സാണ്ട്രോയുടെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല എന്ന് കണ്ട മരിയയെ അലക്സാണ്ട്രോ തൻ്റെ കടാര വെച്ച് മരിയയുടെ നെഞ്ചിലേക്ക് ആഴ്ന്നു കുത്തി. 1 അല്ല 2 അല്ല 14 തവണ. ചാരിത്രശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി മരിയ രക്തസാക്ഷിയായി എന്നുള്ളതല്ല, അതിനുമപ്പുറം മരിയ പണ്ടെന്നോ കേട്ട് ഹൃദയത്തിൽ പതിഞ്ഞ ഒരു വചനത്തെ ജീവിച്ചിട്ടാണ് മരിച്ചത് എന്നതാണ് സത്യം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന വചനം അതിൻ്റെ പൂർണ്ണതയിൽ പാലിച്ച് തന്നെ കൊന്ന, തന്നെ പിച്ചിച്ചീന്താൻ പരിശ്രമിച്ച തൻ്റെ ഘാതകനായ അലക്സാണ്ട്രോയ്ക്ക് മാപ്പ് കൊടുത്തിട്ടാണ് മരിയ ഈ ലോകത്തു നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയത്. ഒരു വിശുദ്ധയുടെ ശവസംസ്കാരമാണ് നടക്കാൻ പോകുന്നത് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടെയാണ് അവിടുത്തെ വികാരിയായ ഗോർബച്ചേവ് മരിയയുടെ ശവസംസ്കാരം ക്രമീകരിച്ചത്. ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് നിന്ന് ചാരിത്രശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വന്നു. പലരും ശവസംസ്കാരം കഴിഞ്ഞ് മരിയ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ തിരുശേഷിപ്പുകളായി ചങ്കോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങി. മരിയയുടെ മരണശേഷം അലക്സാണ്ട്രോ പിടിക്കപ്പെടുകയും 27 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ജയിലിൽ നിന്നിറങ്ങിയ ഉടനെ അലക്സാണ്ട്രോ അമ്മ അസുന്തായുടെ അടുക്കേക്ക് ഓടി അമ്മയോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് 2 പേരും അടുത്ത് നിന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അലക്സാണ്ട്രോയുടെ മാനസാന്തരവും
മരിയ വിശുദ്ധയാകാനായിട്ടുള്ളൊരു കാരണമായിട്ടാണ് സഭ കണക്കാക്കിയത്. ശിഷ്ടകാലം അലക്സാണ്ട്രോ ഫ്രാൻസിസ്കൻ സഭയിൽ ഒരു തോട്ടക്കാരനായിട്ടും അതുപോലെ ഭക്ഷണമുറി ഒരുക്കുന്ന വ്യക്തിയായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്ത് തൻ്റെ 87-ാമത്തെ വയസ്സിൽ ഇഹലോക വാസം വെടിഞ്ഞു. മരിയയെ 1950 ജൂൺ 24-ന് 12-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. ഇന്നും ഇറ്റലിയിലെ സാന്താ മരിയ ഗൊരേത്തിയുടെ കത്തീഡ്രലിൽ മരിയ ഗൊരേത്തിയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നു. മരിയ ഗൊരേത്തി നമ്മളെ ഒരുപാട് കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ പെട്ടുപോകാതെ, ഈ ലോകത്തിൻ്റേതാകാതെ ദൈവത്തിനു വേണ്ടി പരിപൂർണമായി ആത്മസമർപ്പണം ചെയ്യാൻ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സാധിക്കും എന്നൊരു വെല്ലുവിളി മരിയ ഗൊരേത്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.